ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു റിപ്പയറിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇതുപോലൊരു ചോപ്പർ ഉണ്ടാവും. അത്യാവശ്യം ചില പച്ചക്കറികൾ, നമ്മുടെ സവാള, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാനൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ചോപ്പർ അല്ലേ. അപ്പോൾ ഇത് കേടായിട്ടുണ്ടെങ്കിൽ നമുക്കാണ് പണി കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ചോപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് ഞാൻ യൂസ് ചെയ്ത് തേഞ്ഞ് വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസൊക്കെ നമുക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു ഗിയറിൽ പ്രശ്നമുണ്ട്, അതാണെങ്കിലും നമുക്കിങ്ങനെ പരിഹരിച്ചെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ മൂടിയാണ് ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ മൂടിയുടെ ഉള്ളിലാണ് സംഗതിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം മൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 ലോക്ക് 3 സൈഡിൽ കാണുന്നുണ്ടാവും. അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ചെറുതായിട്ട് ഷാർപ്നെസ് ഉള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്നിൽ കുത്തി കൊടുക്കണം കേട്ടോ. ഒത്തിരി ഷാർപ്പായിട്ടുള്ളത് വെച്ചിട്ട് കുത്തിയിട്ട് പൊട്ടിച്ച് കളയരുത്. കുത്തിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യരുത്. ഇങ്ങനെ ചുറ്റി ഒന്ന് കറക്കിയിട്ട് വേണം ഓപ്പൺ ചെയ്യാനായിട്ട് കേട്ടോ. ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ലോക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ കറക്കി വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുൻപ് അരിഞ്ഞ് വെച്ച എന്താ വെജിറ്റബിൾ പീസൊക്കെ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ കുരുങ്ങിയിരിക്കുന്ന നൂലഴിച്ച് മാറ്റണം. അതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ 2 ചെറിയ സംഭവങ്ങളെടുത്ത് മാറ്റണം കേട്ടോ. ചെറുതാണെങ്കിലും ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന സംഭവമാണിത്. ചില സമയത്ത് നമുക്ക് ത്രെഡൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ചോപ്പ് ചെയ്യുമ്പോൾ വരാതിരിക്കും. അത് ഈ ഗിയർ തെന്നി കിടക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മൂടി ഓപ്പൺ ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ 2 ഗിയർ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഈ സെൻറ്ററിൽ ഒരു ലോക്ക് കൂടിയുണ്ട്, അതുകൂടി അഴിച്ചാലാണ് നമുക്ക് നൂല് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുങ്ങി കിടക്കുന്നിടത്ത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പ്രിങ് കേട്ടോ. അപ്പോൾ ആ വൈറ്റ് പാർട്ടിലും ഒരു ചെറിയ വെട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വീഴുകയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അഴിക്കണതിന് മുന്നേ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതുപോലെ ഇതിൽ വെക്കാനുള്ള ത്രെഡ് കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിലുള്ള ത്രെഡിനെക്കാട്ടിലും കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലായിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ. കാരണം നമുക്ക് കെട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുതായി പോകും. അതുകൊണ്ട് എപ്പോഴും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ത്രെഡ് നീളം കൂട്ടി വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അതുപോലെ ത്രെഡ് എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കട്ടിയുള്ള കുറച്ചൊരു പോളിസ്റ്റർ മിക്സിങ് ആയിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാനും അതേപോലെ ഈട് നിൽക്കാനും ഒക്കെ നല്ലത് കേട്ടോ. ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി പാട് പോലെ തോന്നിയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 150-200 റേഞ്ചിലൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ ഒരുപാട് നാൾ നമ്മൾ യൂസ് ചെയ്തൊരു സാധനം നമുക്ക് കളയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ശരിയാകാണ്ട് നമുക്ക് എടുക്കാമില്ലെങ്കിൽ വേറെ മേടിക്കാമല്ലോ. അപ്പോൾ ഞാനിതിൽ കുരുങ്ങിക്കിടന്ന് വെച്ച നൂലൊക്കെ മാറ്റിയിട്ട് ത്രെഡ് ഒരു സൈഡിൽ കോർത്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കെട്ടുണ്ടല്ലോ, കടുംകെട്ട്, അത് ആണ് കെട്ടി കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ഉരുക്കി എടുക്കണം. അപ്പോൾ ഇത് നൂലിങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി അളവ് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ത്രെഡ് കൂടുതലാണ് എടുത്തെങ്കിലും ആ കെട്ട് വന്നപ്പോഴേക്കും കുറഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പോൾ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്, പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇനി ആ മൂടിയുടെ സ്പ്രിങ് ഉണ്ടല്ലോ, അതിൻ്റെ ആ വെട്ടുഭാഗത്തേക്ക് ഇതിൻ്റെ ആ ഒരു വെട്ടുഭാഗം വരുന്നുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് വേണം നമ്മൾ ത്രെഡ് ചുറ്റിയെടുക്കാനായിട്ട്. അതിങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ മറ്റേ ഓപ്പോസിറ്റ് സൈഡുള്ള ഹോളുണ്ടല്ലോ അതിൽ കൂടി മറ്റേ അറ്റം പുറത്തേക്ക് എടുക്കുക. ത്രെഡ് ചുറ്റിയ ശേഷം നമുക്കൊരു വെള്ള കളർ സാധനം അവിടെ നിന്ന് ഊരി മാറ്റിയില്ലേ, അതൊന്ന് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വലിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യാനുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് കണ്ടോ. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എത്ര അളവിലാണ് ചരട് വേണമെന്ന് നോക്കണം. അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് ചുറ്റി വെച്ച ശേഷം ബാക്കി ത്രെഡ് ഇങ്ങനെ കോർത്തിട്ട് അതും നമ്മൾ ഇതുപോലെ കെട്ടിയിട്ട് ഒരുക്കി കൊടുക്കണം. അപ്പോൾ ത്രെഡ് കോർത്തിട്ട് കറക്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ചരട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ ഫോഴ്സിൽ തന്നെ തിരിച്ചങ്ങോട്ട് പോവുകയും വേണമല്ലോ. അതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ പിടിച്ച് വേണം കെട്ടി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഡബിളായിട്ട് കെട്ടി കൊടുത്തിട്ട് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ അഴിഞ്ഞു പോകില്ല പെട്ടെന്ന്. ശേഷം കൂടുതലായി നീണ്ടു നിൽക്കുന്ന ചരട് കട്ട് ചെയ്ത് മാറ്റാം. ഈ സൈഡും കൂടി ഒന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കണേ മുന്നേ ഞാനൊന്ന് നോക്കുകയാണ് കേട്ടോ, കറക്റ്റ് ഇടിക്കുന്നുണ്ടോ എന്ന് കണ്ടോ. കറക്റ്റ് നമ്മളിങ്ങനെ കൈവിട്ട് കഴിയുമ്പോൾ അവിടെ തന്നെ പോയി നിൽക്കുന്നുണ്ടോ. അപ്പോൾ കറക്റ്റാണ് നമ്മുടെ ലെങ്ത്ത് എന്ന് മനസ്സിലാക്കുക. ഉരുക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട വേറെ 2 സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ 2 ചെറിയ ഗിയറുകളാണ് കേട്ടോ. ചില സമയം നമ്മൾ ചോപ്പ് ചെയ്യാൻ നേരത്ത് ചോപ്പ് ആയില്ലെങ്കിൽ ഇത് തെന്നിക്കിടക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മൂടി ഓപ്പൺ ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലുണ്ടല്ലോ ആദ്യം തന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സംഭവങ്ങൾ ഇരിക്കുന്നതെന്ന് ഏകദേശം രൂപം കിട്ടും. എന്നിട്ട് നമ്മൾ റിപ്പയർ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് ഒരു ബ്ലേഡിൻ്റെ പോർഷനും കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് എടുക്കുന്നുണ്ടോ ബ്ലേഡ് തിരുന്നുണ്ടോ എന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു സവാള എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറിക്ക് ഇടുമ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ അത് അരിഞ്ഞു തരും. അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കും ചെയ്തെടുക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.